ഞാനിപ്പോൾ ഉള്ളത് കോവൂരാട്ടോ, കോഴിക്കോട് കോവൂര് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഞാനിന്നിപ്പോൾ ഒരു റിസോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ക്ലൗഡ് സ്റ്റോറീസിൻ്റെ ഒരു അടിപൊളി റിസോർട്ടുണ്ട്. കരിയാത്തുംപാറ ഭാഗത്താണ്, കോഴിക്കോട് ജില്ലയിലെ കരിയാത്തുംപാറ ഭാഗത്താണ് ഈ റിസോർട്ട്. നമ്മളെ വണ്ടി റെഡി ആട്ടോ. നമ്മൾ 3 വണ്ടികളിലായിട്ടാട്ടോ പോണത്. ഞാൻ ഈ വണ്ടിയിലാണ് പോണത്. വേറെ 2 വണ്ടി ഇതാ, ഒരു ജീപ്പുണ്ട്, ഒരു ഇന്നോവയുണ്ട്. പോണ സ്ഥലം സർപ്രൈസ് ആണെന്ന് നോക്കാം നമുക്ക് എവിടെ പോകുന്നത്. ബാഗൊക്കെ ഏതായാലും വെച്ചിട്ടാ. ആദ്യം തന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ പോകട്ടോ. പെട്രോൾ അടിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ പരിപാടി പെട്രോള്. പൂവാറന്തോട് എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ എക്സാക്ട് വരുന്നത്. പൂവാറന്തോട് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ടോപ്പ് കയറ്റം. വയനാട് ചുരം കയറുമ്പോൾ വരെ അത്രയും വലിയ കയറ്റം ഉണ്ടാവില്ല. മിക്കവാറും ഒരു 6 റുപ്യൻ്റെ ഡീസൽ ഇങ്ങനെ തന്നെ തീരുന്നു. അമ്മാതിരി കയറ്റാണ്. ഇതാണ്ട, ഇത് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്നറിയില്ല. പക്ഷെ അത് നല്ല അടിപൊളി കയറ്റാണ്. കയറ്റങ്ങൾ കയറിയിട്ട് ഇതാ നമ്മളെ റിസോർട്ടിൻ്റെ ഒരു ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എത്ര പോകണമെന്ന് 2000 അല്ല 2 കിലോമീറ്ററൊക്കെ ഇനി പോകാണ്ടോ മിക്കവാറും. എന്തായാലും അടിപൊളിയാണ്. പുള്ളിങ് ഇല്ലാത്ത വണ്ടിയൊക്കെ ആയിട്ട് വന്നാൽ പെടും കേട്ടോ. നല്ല കയറ്റാ. വയനാട് ചുരത്തിൻ്റെ ഒരു 2-3 ഇരട്ടി കയറ്റാ. അംബാസിഡർ കൊണ്ടുവന്നാലൊന്നും കയറില്ല. നമ്മളെ കൂടെ ഉള്ള 2 വണ്ടികളൊക്കെ കയറിക്കണമറിയില്ല. ഏതായാലും നമുക്കിങ്ങനെ പോയോക്കാം. ബെഞ്ചിൻ്റെ അടി ഇട്ടോ എന്ന് പേടിയുണ്ട്. നോക്കാം. ഇന്നോവന് പിടിച്ചിക്കരുതെന്ന് പറഞ്ഞ ഇന്നോവ ഇത് റിസോർട്ടായിട്ട് കാണുന്നില്ല. ബാഗ് എടുക്കാണ്ട് ഇതെന്ത് ചെയ്യണ്ടേ? നമ്മളിപ്പോൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കയറ്റങ്ങളാ. ഇത് ചെറിയൊരു പൂളിതാ. ഇത് കുഞ്ഞിക്കുട്ടിയൊക്കെ കളിക്കാനുള്ള. നമ്മളെ യൂണിസ് മുന്നിൽ പൂള് തിരഞ്ഞിട്ട് ഓടുക. എവിടെ പോയി പൂൾ? ഇതാണെന്ന് തോന്നുന്നു നമ്മളെ പൂള്. ഇതും ചെറുതാണല്ലോ അല്ലേ? ഇതും പോരാ, ഇതും ചെറുതാ. ഇനി എവിടാ? ഇതാട്ടോ ഇവിടുത്തെ പൂള്. കണ്ടിട്ടൊരു വൈബൊന്നും തോന്നില്ല അല്ലേ യൂണിസെ? 18 ആളുണ്ട്. ചെറിയ ബാട്ടബുണ്ട്. ബാട്ടബ് എങ്ങനെ അബീബ് ഇഷ്ടപ്പെട്ടാ? നമ്മുടെ ടീംസൊക്കെ ഫുഡ് അടിക്കുക കേട്ടോ. ബിരിയാണി നല്ല തട്ടലാ. നമ്മളെ വണ്ടികളൊക്കെ അത് അവിടെ നിർത്തിയിട്ടിരിക്കണേ. കാണുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കേണ്ടത് കേട്ടോ. ഇത് മേലോട്ടൊന്ന് കയറി വെക്കാം. ചിലപ്പം വലിയ വല്ല പൂളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലോ. ഒക്കെ 18 പടി പോലെ നല്ല ഹൈറ്റാ. ഇപ്പുറത്ത് ഒരു ഹിഡൻ വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുളിക്കാൻ കഴിയുന്ന തോന്നണേ കേട്ടാ. എങ്ങനെ പോവാന്നറിയില്ല, എന്തായാലും നോക്കാം. അത്ര താഴേന്നാട്ടോ അങ്ങോട്ട് കയറിയത്. സ്റ്റെപ്പൊക്കെ കയറി ഇത് അവിടെ എത്തി. ഇതിലാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. സംഭവം കോഴിക്കോടിൽ വയനാട് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അത്. നല്ല ഹൈറ്റൊക്കെ ഉള്ള ഏരിയയാണ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പോയിട്ട് കുളിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ഏതായാലും കയറിയൊക്കെ എന്താ ഉള്ളതെന്ന്. സംഭവം കൊള്ളാം. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ അടിപൊളിയാണ്. 2-3 റൂമൊക്കെ ഉണ്ട് തോന്നുന്നു ഇവിടെ. കയറിയോക്കട്ടെ. ബാത്റൂമും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ഒരു കോട്ടേജിൽ 2 റൂമുണ്ട്. ഒന്നിപ്പം കയറിയതും ഇത് രണ്ടാമത്തേൽ ഇങ്ങനെയൊക്കെ ഫാമിലിയായിട്ട് വന്ന് നിൽക്കാനൊക്കെ രസമായി കേട്ടോ. ചെറിയ അടക്കളയുണ്ട്. റൂം മേലെ ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് കയറി നോക്കാം എന്താ ഉള്ളത് കാണാമല്ലോ. വാ, ഇഷ്ടം പോലെ സൗകര്യം.
വേണ്ട ഇവിടെ ഇങ്ങനെ നല്ല വ്യൂ ഉണ്ട്. ഒരു റൂം ഇവിടെയൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ഇവിടെ കിടക്കുക. ഫുള്ള് വ്യൂ ആണ്. അടിഭാഗത്ത് 2 കോട്ടേജസ് ഉണ്ട് കേട്ടോ. മുകളിൽ നേരത്തെ 3 കാണിച്ചെന്നല്ലോ. അപ്പോൾ അതേപോലെ അടിഭാഗത്തൊരു 2 കോട്ടേജസ്. ഒന്നിപ്പോൾ ഇതും രണ്ടാമതാ ഇതിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമുക്ക് അടിപൊളി ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഉണ്ട്. താമസിക്കാനും ഫാമിലിയായിട്ട് നിൽക്കാനൊക്കെ പറ്റിയ അടിപൊളി ലൊക്കേഷൻ ഉണ്ട്. നമ്മൾ വേറെ സ്ഥലങ്ങളൊന്നും തേടി പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് കണ്ടാലും തീരാത്തത്ര കുറേ സ്ഥലങ്ങൾ. എല്ലാവരും ഇതാ ചെറിയ മഴയൊക്കെ ഉണ്ട്. എല്ലാവരും മഴയത്ത് ഇങ്ങനെ കുളിച്ച് നടക്കുക. ഇത് നമ്മളെ ചങ്ക് ബ്രോ കേട്ടോ. താഴെ അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. മഴയത്ത് അവിടെ പോയി കുളിക്കാൻ രസം തന്നെ ആയിക്കട്ടോ. അതാ സ്വിമ്മിംഗ് പൂൾ. ഇതാ കുറച്ച് ആൾക്കാർ ഇതവിടെ റെസ്റ്റ് എടുക്കണ്, കുറച്ചാൾ കിടക്കുന്നുണ്ട് തോന്നണേ. എന്തായാലും അടിപൊളിയാണ് സാർ. കോഴിക്കോട് ഒരു വയനാട് പ്രതീകമായിപ്പോയി ഇവിടുത്തെ. ഇപ്പോൾ നല്ല പൂളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അവിടെ നല്ല കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ല ചെറിയൊരു പൂളുണ്ട്, 20 ആളുണ്ട്. നമുക്ക് ഇറങ്ങാൻ സ്ഥലമില്ല കേട്ടോ അതിൽ. ആളെ തള്ളിയിടാനുള്ള എല്ലാ പരിപാടിയാണ്. നിലത്ത് ഇടുമല്ലേ അയ്യേ കയ്യിൽ നിന്ന് പോയി ജസ്റ്റ് മിസ്. കൊള്ളാം, അടിപൊളിയാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ 10-40 കിലോമീറ്റർ കൊണ്ട് സുഖമായിട്ട് ഇവിടെ എത്താം. പിന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അടിപൊളിയാണ്. മഴ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പൊളിക്കും. താഴെ ഒരു ഹിഡൻ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. അടിപൊളി പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം 10-20 ആൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചെക്കന്മാരൊക്കെ ഫുള്ള് കളിയിലാണ്. ഒരാൾക്കാർ എടുത്ത് ചാടുന്നത്, തൊട്ടുകളി, പല പരിപാടിയും കഴിഞ്ഞാണ്. ഫുഡൊക്കെ അടിച്ചിട്ട് മെല്ലെ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ നൈറ്റിലുള്ളൊരു വ്യൂ കേട്ടോ. നൈറ്റിലിപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഓരോരോ കളിയും കാര്യങ്ങളൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് സൗണ്ട് കേൾക്കാൻ കഴിയും. നല്ല അടിപൊളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ സൗണ്ട്. നമ്മൾ മലൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കാണാണ്ടില്ല ലൈറ്റുകളൊക്കെ. ഇത് കോഴിക്കോട് ജില്ലേൻ്റെ പല ഭാഗങ്ങളായിരിക്കും കേട്ടോ. ഫുള്ള് വിളിച്ച. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കോഴിക്കോട് ജില്ലയിൽ ഒരു ഉയർന്നൊരു പ്രദേശത്തിലാണ്. മേലെ ആരല്ലോ താമസിക്കുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിലല്ല, പലരും ഉറങ്ങി തോന്നണം. ഇവിടെ ഇരുന്ന് നമ്മളെ കളിയാണ് ഇപ്പോൾ പരിപാടി. ഏകദേശം 10-11 മണിയായി, ഇതുവരെ കളി കഴിഞ്ഞിട്ടില്ല. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. വയനാടൊന്നും പോകണ്ട, കോഴിക്കോട് തന്നെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണ ഒരു അടിപൊളി ഹിഡൻ വാട്ടർഫോൾസ് ഉണ്ട്. ഈ ക്ലൗഡ് സ്റ്റോറി റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. കുറച്ച് ഉൾവഴി കൂടെയൊക്കെ പോവാണ്. നല്ല ഗ്രിപ്പ് ഇല്ലാതെ അത് അടിയിലുണ്ട്. നല്ല ഒഴുക്കുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടാ. നമ്മളെ തായ്ക്ക വീണിരിക്കുകയാണ്. പിടിച്ച വഴി കേട്ടോ. ഫുള്ള് തണ്ട ഈ വെള്ളത്തിൽ കൂടിയൊക്കെ പോകണം, വേറെ വഴിയൊന്നുമില്ല. കയറി അങ്ങോട്ട് പോകണമെന്നാ തോന്നേ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ അങ്ങനെ ഒരു ഒളിഞ്ഞിരിക്കണ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോണത്. ഏതായാലും അനുഭവിച്ചറിയാം. ഈ മലൻ്റെ ഒക്കെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു വരണം. അല്ലാ അപ്പോൾ വന്ന് നമ്മളിവിടെ എത്തിയിട്ടോ. ഏകദേശം എന്താ വൈബ്, അടിപൊളി സംഭവം. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ അങ്ങനെയല്ലോ പിടിച്ച് പറ്റിയതാ. അതിൽ കൂടിയൊക്കെ കയറിയിട്ടപ്പോൾ വന്നത്. അടിപൊളി സാധനം. നല്ല ഫോസിലാട്ടോ വെള്ളം വരുന്നത്. മുകളിലത്തെ വ്യൂ കാണിച്ചുതരാം. ഇതാട്ടോ പരിപാടി. നല്ല അടിപൊളി പ്ലേസാണ്.
വെള്ളച്ചാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അങ്ങോട്ട് ബാക്ക് അടിച്ച് പോകുന്നുണ്ട് കേട്ടോ. നല്ല മഴയാണ്, ഷവർ തുറന്നിട്ട മാതിരിയുള്ള മഴയാണ്. അപ്പോ ഒരുവിധം ഇവിടെ എത്തിക്കണേ. നമ്മളിപ്പോ അവിടെ തന്നെ ആണെങ്കിൽ മിക്കവാറും ഒലിച്ചു പോകും. കണ്ടാ ചെക്കന്മാരൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ മറ്റേ പുഴന്റെ ഇത് കാണിച്ചു തരാം. കണ്ടാ നല്ല മഴയാണ്. അവിടെ നിന്നുണ്ട് ചിലപ്പോ നമ്മൾ കൂടി അവിടെ ഒലിച്ചു പോകും. ഒരുവിധം നമ്മളാ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇവിടെ എത്തിക്കുന്നുണ്ടോ. റിസോർട്ടിന്റെ ഉള്ളിലെത്തി. റിസോർട്ടിന്റെ ഉള്ളിലെത്തിട്ടോ. ഇപ്പൊ നേരെ പൂളിൽ പോയി ചാടിയാലോ എന്ന് ആലോചിക്കണം. മേലെ കുറെ ആൾക്കാർ അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ പൂളിൽ പോയി ചാടാനുള്ള പരിപാടിയാണ്. വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണേ. കഴിയുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു റിസോർട്ടിലേക്ക് വരാൻ നോക്കി. അടിപൊളി സംഭവമാണ്. ലൊക്കേഷനൊക്കെ എന്ന് പറഞ്ഞാൽ പൊളിയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇത്രയും വൈബാക്കാൻ പറ്റിയ സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഹിഡൻ യാത്രകളൊക്കെ അടിപൊളി കേട്ടോ. ഇവിടുന്ന് തിരിക്കുക കേട്ടോ. ഇവിടുത്തെ പരിപാടി ഫിനിഷായി. ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ കോഴിക്കോടേക്ക് യാത്ര ആണ്. അപ്പോൾ ഓക്കെ, ബൈ.